പിണറായി വിജയൻ തലേന്ന് പറഞ്ഞത് അടുത്ത ദിവസം മാറ്റി പറയത്തില്ല എന്നുള്ളതാണ്. പിണറായി വിജയനോട് വിയോജിപ്പുള്ളവർ പോലും പറയുന്നത് പറഞ്ഞത് മാറ്റി പറയുന്ന ആളല്ല പിണറായി എന്നുള്ളതാണ്. ഞാൻ തുടങ്ങട്ടെ. പണം നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമാണോ PM ശ്രീ ഒപ്പുവെച്ചത്? ഇല്ല, വി ശിവൻകുട്ടിയുടെ ആ നിലപാടിനോട് ഒരു യോജിപ്പുമില്ല CPM-നും LDF-നും. നീ ഇതിന് കൂട്ടിക്കൊന്ന് ഞാൻ കരുതിയില്ല. അതൊരു മന്ത്രി എന്നുള്ള അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അദ്ദേഹം പറയേണ്ടത് CPM-ന്റെ നിലപാടാണ്. വാവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റൂല പണ്ട് പറഞ്ഞു വെച്ചതാ. അല്ല, അതല്ലേ പറഞ്ഞത്. എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ LDF-ന്റെയും CPM-ന്റെ അല്ലാത്ത അദ്ദേഹം പണം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് കാഷ്വലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. അതിന്റെ ഡെഫിനിഷൻ അദ്ദേഹം പോയില്ല. ഞാനിപ്പോ ഒരു ബുക്കാണ് NEP-യുടെ പേപ്പർ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചോദിക്കുന്നത് NEP-ക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു. ഞാൻ എന്റെ നിലപാട് മാറ്റി എന്നും പറഞ്ഞു. അത് CPM-ന്റെ നിലപാടല്ല എങ്കിൽ CPM അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗം? അല്ല, അതൊക്കെ CPM-ന്റെ കമ്മിറ്റിക്കകത്തൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ചെറിയ വിശദീകരണം തരാം. ബ്രേക്കിംഗ് ആണ്. അതിൽ പറഞ്ഞിട്ടില്ല. NEP-യുമായി ബന്ധപ്പെട്ട് ഈ വി ശിവൻകുട്ടിയോട് CPM കമ്മിറ്റിയിൽ വിശദീകരണം ചോദിച്ചു എന്ന് PK ഗോപൻ ഉത്തരവാദിത്തത്തോടെയാണോ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. നീ അറിഞ്ഞ വി ശിവൻകുട്ടിയോട് CPM കമ്മിറ്റിയിൽ വിശദീകരണം ചോദിച്ചു എന്ന് PK ഗോപൻ ഉത്തരവാദിത്തത്തോടെയാണോ പറയുന്നത്? ഇല്ല ഇല്ല ഇല്ല, അത് കമ്മിറ്റിക്കകത്ത് കിടക്കുന്ന ചർച്ചയാ. അതിന് അക്കാര്യത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. അതൊക്കെ കമ്മിറ്റി ചർച്ച നടന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ കമ്മിറ്റി. ഞാൻ ഇതിന്റെ സമയം കളയല്ലേ. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. എന്റെ സമയം കളയല്ലേ. ഞാൻ ഇതൊന്ന് വിശദീകരിച്ചോട്ടെ. എനിക്ക് അതിൽ വി ശിവൻകുട്ടിയുടെ സിൻസിയറിറ്റിയെ കുറിച്ച് കൂടി ഞാൻ പറയാം, ആത്മാർത്ഥതയെ കുറിച്ച് കൂടി ഒരു പോയിന്റ് പറയാം. ഞാൻ ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. കാരണം 12 വർഷത്തിന് ശേഷം കേരളത്തിലെ പാഠപുസ്തകം പരിഷ്കരിച്ച ഒരാളാണ് വി ശിവൻകുട്ടി. ഭയങ്കരം തന്നെ. ഞാൻ ആ സംസ്ഥാന പാഠപുസ്തക SCRT കരിക്കുലം കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരാളാണ്. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. അദ്ദേഹം അവിടെ എടുത്തൊരു നിലപാടുകൂടെ ഞാൻ പറയാം. സെൻട്രൽ ഗവൺമെന്റ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ NCERT പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പതിനെ. കേരളത്തിൽ അത് ഒഴിവാക്കുന്നില്ല. നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തുക എന്നുള്ള. ഉദാഹരണത്തിന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മുഗൾ രാജവംശത്തെ കുറിച്ച് പഠിക്കാൻ പറ്റും. അയ്യോ വേണ്ട, അല്ലാതെ എന്റെ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്. അത്തരം ഒരു നിർദ്ദേശമാണ് അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് കരിക്കുലം കമ്മിറ്റിക്കാരായ ഞങ്ങൾ അധ്യാപകർക്ക് കൊടുത്തുള്ള നിർദ്ദേശവും ഈ 4 വിഷയങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഒഴിവാക്കിയത് നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് ഉണ്ടാകണം എന്നാണ്. അതുകൊണ്ട് വി ശിവൻകുട്ടിയുടെ ആത്മാർത്ഥത അക്കാര്യത്തിൽ ചോദിക്കാൻ കഴിയില്ല. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഇനി അടുത്തത് ഇനി അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നുണകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം തലേന്ന് പറഞ്ഞത് പിറ്റേന്ന് മാറ്റി പറയുന്ന സാഹചര്യമുള്ള എന്ത് പ്രഹസനമാണ് സജി. ഇനി നോക്കൂ, സെക്യുലർ ക്രെഡൻഷ്യാലിറ്റി, മതേതരത്വത്തിൽ വിശ്വാസ്യതയുള്ള ആളാണ് ശ്രീ VD സതീശൻ. അങ്ങനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ശക്കല കുഴപ്പമുണ്ട്. ആര്? കേരളത്തിന്റെ മുഖ്യമന്ത്രി സെക്കുലർ ആയിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സെക്കുലർ സ്വഭാവമാണോ വഖഫ് ബോർഡിനകത്ത് മുഖ്യമന്ത്രി എടുത്ത നിലപാട്? ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. 2 അമുസ്ലിങ്ങളെ കയറ്റാൻ അദ്ദേഹം തീരുമാനിക്കുമ്പോ അദ്ദേഹം അതിന് സുപ്രീം കോടതിയെ കൂട്ടുപിടിക്കുന്നു, സെൻട്രൽ ഗവൺമെന്റിനെ കൂട്ടുപിടിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ LDF ഫൈറ്റ് ചെയ്ത് ആ 2 പേരെ മാറ്റി നിർത്തിയിട്ടാണ് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. VD സതീശന്റെ അക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? ഗവർണറുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഉദ്യോഗസ്ഥരെ ഇവിടെ അനുരാജ് സാർ പറഞ്ഞത് LDF-ന്റെ കാലത്തും അത് സംഭവിച്ചിട്ടില്ല സർ. പിണറായി വിജയൻ തലേന്ന് പറഞ്ഞത് അടുത്ത ദിവസം മാറ്റി പറയത്തില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ പിണറായി വിജയനെ കുറിച്ച് നടത്തുമ്പോഴും പിണറായി വിജയനോട് വിയോജിപ്പുള്ളവർ പോലും പറയുന്നത് പറഞ്ഞത് മാറ്റി പറയുന്ന ആളല്ല പിണറായി എന്നുള്ളതാണ്. ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. ഇനിയാണ് കളി.
ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. നാണമുണ്ടോ ഇനിയും വന്നത് പറയാനായിട്ട്? പ്രശ്നം മാധു എന്താ അറിയോ, 100 ദിവസം കൊണ്ട് ഞങ്ങൾ വിപ്ലവം സൃഷ്ടിച്ചെന്നൊന്നും പറയുന്നില്ല. പക്ഷെ 100 ദിവസം കൊണ്ട് കേരളം മാറ്റത്തിലേക്കാണെന്നുള്ള വലിയ ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എതിർപ്പുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, തളരില്ല ഞാൻ. നോക്കൂ, ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ പ്രിയദർശിനി പദ്ധതിയിൽ കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ ഹാപ്പിയാണല്ലോ, സംശയമില്ലല്ലോ. ഇപ്പൊ പല ആൾക്കാരും അവർക്ക് ലാഭിക്കാൻ കഴിഞ്ഞ പൈസ അവരെടുത്ത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇടുന്നുണ്ട്. അവർക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഏകദേശം മുഴുവൻ സാമൂഹിക പെൻഷൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളത് കൊടുത്തു കഴിഞ്ഞു. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെ ഒരു സമരവും ഇല്ല. സത്യമാണല്ലോ, സത്യമാണ്. സമരം ഉണ്ടായിരുന്ന അവസാനത്തെ കലാകായിക അധ്യാപകരെ വരെ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിച്ച് അവരെയും ഓണം ആഘോഷിക്കാൻ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഇതുപോലൊരു മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നല്ലോ. കേരളത്തിലെ അംഗൻവാടി, ആശ മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ ആൾക്കാർക്ക് കിട്ടി. പെരുമ്പാവൂർ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ഓണനാളിൽ അവിടെ നടന്ന അക്രമം പോലീസ് ജീപ്പ് ഉൾപ്പെടെ കത്തിച്ചത്. എന്താ ഇപ്പൊ പെരുമ്പാവൂര് ലോകത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായി. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും തന്നാലോ വേണ്ട. ഇന്നിപ്പോ സദേൺ സ്റ്റേറ്റ്സ് മുഴുവൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും അഭിമാനപരമായ നേട്ടം മുന്നോട്ടുണ്ട്. എന്താ ഇവിടെ നേരത്തെ പോലീസ് ഇല്ലാതിട്ടായിരുന്നോ? എക്സൈസ് ഇല്ലാതിരുന്നിട്ടാണോ? ലഹരി ഇല്ലാതിരുന്നിട്ടാണോ? ഇച്ഛാശക്തിയോടൊരു ഗവൺമെന്റ് വന്നപ്പോൾ അടിച്ചമർത്തേണ്ട അടുത്ത് അടിച്ചമർത്തുക, അതിന് മറ്റ് അവയർനെസ് കൊടുക്കേണ്ടടുത്ത് അവയർനെസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന്റെ തീരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ നാളത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറാൻ പോകുന്ന മാരിടൈം രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവകരമായ പദ്ധതിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എല്ലാം ഇന്ന് ഞങ്ങൾ തുടക്കമിട്ട് കഴിഞ്ഞു. സാമൂഹിക സുരക്ഷയ്ക്ക് കൊടുക്കുന്ന പെൻഷൻ എങ്ങനെയാണ് സംസ്ഥാനത്തിന് ഗുണകരമായി മാറ്റേണ്ടത് എന്ന് ഇനിയൊരു ടെക്സ്റ്റ് ബുക്ക് കേസാണ്. ഇതിനൊരു അവസാനമില്ലേ? നിങ്ങൾക്കൊരൊറ്റ സപ്ലൈകോയിൽ സാധനമില്ലാത്ത റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചോ? കഴിഞ്ഞില്ല. ഇല്ലാത്തത് റിപ്പോർട്ട് ചെയ്യണോ? ഇപ്പോ ഞാൻ തന്നെയല്ലേ ഈ ചർച്ച ഗോപനോട് ചോദിച്ചത്. എനിക്കറിയാം. അതെ, അതാണ് പറഞ്ഞത്. ഒരൊറ്റ സപ്ലൈകോ സ്റ്റോറിൽ പോലും സാധനമില്ലാതിരുന്നില്ല. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല, ഇവർ ഇതെല്ലാം ജനങ്ങൾ അനുഭവിക്കുന്ന ഈ സർക്കാരിന്റെ ഏറ്റവും ഗുണപരമായ തീരുമാനങ്ങളെല്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടി വ്യാജങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ. രാജിയെണ്ണം കൈ നീട്ടിയൊന്ന് തന്നാലുണ്ടല്ല, നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. ഇവിടെ കേന്ദ്ര സർക്കാരിനോട് പോയിട്ട് മത്സരത്തിനില്ല അല്ലെങ്കിൽ വഴക്കിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കേട്ടത് മുഴുവൻ ഇരവാദമാണ്. ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാൻ, അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി കേന്ദ്രത്തോടുള്ള ഇരവാദം കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുണ്ട്, സംശയമില്ല. കഴിവുകേട് മറച്ചു വെച്ചുകൊണ്ട് ഇരവാദം പറഞ്ഞ് ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച 10 വർഷത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ മാറ്റമാണ് 100 ദിവസം. അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി.